ആകാശത്തിലൂടെ പറന്നുയരുന്ന ഫൈറ്റർ ജെറ്റ് മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് എറണാകുളത്ത് നിന്നുള്ള ഇഷാൻ ശ്യാം കലോത്സവ വേദിയിലെത്തിയത്. ഇഷാന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഇന്ന് നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രി. വിവിധ അവതരണങ്ങളുമായി നിരവധി പേരാണ് ഇന്ന് വേദിയിലേക്ക് എത്തിയത്. എനിക്കൊപ്പം ഒരു മത്സരാർത്ഥി കൂടി ചേരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നെത്തിയ ഇഷാനാണ് എനിക്കൊപ്പം ചേരുന്നത്. ഇഷാൻ, മത്സരം പൂർത്തിയായി, റിസൾട്ട് വന്നോ? എന്താണ് റിസൾട്ട്? വന്ന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എ ഗ്രേഡ് ഉണ്ട്. ഏതായാലും എന്തൊക്കെയാണ് മിമിക്രി, ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വേദിയിലേക്ക് അവതരിപ്പിച്ചത്? മിമിക്രി ഞാൻ മെയിനായിട്ട് ഓരോരോ ഇതായിട്ടാണ് ചെയ്തേക്കണം. എന്ന് പറയാൻ ഓരോരോ ഈ ഡിഫറൻസിയേഷൻ വരുത്തിയിട്ടാണ് ചെയ്തേക്കണം. ബീറ്റ് ബോക്സ് ഉണ്ട്, പിന്നെ ആൾക്കാരുടെ വോയിസ് ഉണ്ട്, മോർഫിംഗ് ഉണ്ട്, സൗണ്ട് മോർഫിംഗ് ഉണ്ട്, അങ്ങനെ വേർതിരിച്ചാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കണം. ഓക്കെ, ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് ഒരു 3 സൗണ്ട് മോർഫിംഗ് ആണ് ചെയ്യണം. തവളേന്ന് പിന്നെ പോത്തിലേക്ക്, പിന്നെ RX സെൻറ്റർ ബൈക്കിലേക്ക് ഒരു സ്പെഷ്യൽ സൗണ്ട് മോർഫിംഗ് ആണ്. പിന്നെ അടുത്തതായിട്ട് ഒരു ലംബോർഗിനി അവൻ്റഡോർ ആണ് ചെയ്യണം, V12. പിന്നെ അടുത്തതായിട്ട് ചെയ്യണ സോഷ്യൽ മീഡിയ വൈറലായേക്കണ ഹാജി മുസ്തഫയാണ്. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ടത്തൈലം വാങ്ങിത്തെച്ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. അങ്ങനത്തെ ഡിഫറൻസിയേഷൻ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും സിനിമാക്കാരോ രാഷ്ട്രീയക്കാരോ ഏതെങ്കിലും കയ്യിലുണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇല്ല ഇല്ല ഇല്ല. ആദ്യമായിട്ടാണോ ഈ സംസ്ഥാന സ്കൂൾ വേദിയിൽ പങ്കെടുക്കുന്നത്? അല്ല, 10th വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നെ ഇഷാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഏതാണ് സ്കൂള് അതൊന്നും പറഞ്ഞില്ല. നോർത്ത് വറൂർ, എറണാകുളം, SNHSS പുല്ലംകുളമാണ്. ഓക്കെ, ഇനി മത്സരത്തിൽ അവതരിപ്പിച്ച വേറെ ഏതെങ്കിലും ഒന്നുകൂടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഓക്കെ, ഞാനൊരു ഇതാണ് ചെയ്യണ, ഒരു നാസിക് ഡോളാണ് ചെയ്യണ. പിന്നെ അല്ലു അർജുൻ്റെ ഒരു BGM കൂടി ചെയ്തായിരുന്നു, മറ്റേ മൈ ലവ് ഈസ് ഗോൺ എന്ന സാധനം. ഓക്കെ, ഇനിയിപ്പം മിമിക്രി മാത്രമാണോ മറ്റേതെങ്കിലും ഐറ്റത്തിന് ഈ സംസ്ഥാന സ്കൂൾ വേദിയിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്താണ്? ഇല്ല, ഞാൻ ഡിസ്ട്രിക്റ്റിൽ മോണാറ്റിന് എ ഗ്രേഡ് ഉണ്ടായി. ഓക്കെ, അപ്പം എല്ലാ ആശംസകളും ഇഷാന്. ഇനിയും ഇത്തരം കലോത്സവ വേദിയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്. അങ്ങനെ മിമിക്രി പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഇഷാൻ കാഴ്ചവെച്ചത്.